ഹേ ഗായ്സ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഹൈക്യൂവിന്റെ ഒന്നാം സീസണിലെ 13ാമത്തെ എപ്പിസോഡാണ്. ഈ ഒരു എപ്പിസോഡിൽ 12ാമത്തെ എപ്പിസോഡിൽ നടക്കുന്ന കറാസിനോ വേഴ്സസ് നെക്കോമ മാച്ചിന്റെ ബാക്കി തന്നെയാണ് ഈ ഒരു മാച്ചിൽ നടക്കുന്നത്. അത് കാരണം എല്ലാവരും 12ാമത്തെ എപ്പിസോഡ് കണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ എല്ലാവരും ലൈക്കും കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് നമ്മളെ ഷോയും കക്കേമയും നെക്കോമയെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അതങ്ങോട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അത് കാരണം നമ്മളെ കക്കയാമ എല്ലാ തെറ്റും അവന്റെ സെറ്റിന്റെ പ്രശ്നമാണ് എന്നും പറഞ്ഞ് അവനെ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഷോയെ മിസ് ചെയ്ത ആ ഒരു ബോളാണെങ്കിൽ നമ്മളെ ക്യാപ്റ്റൻ അയച്ച് ഒന്ന് റിട്രീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ബോൾ പോകുന്നത് നമ്മളെ കറാസോയുടെ സൈഡിലേക്കല്ല, മറിച്ച് നെക്കോമയുടെ സൈഡിലോട്ടാണ്. അങ്ങനെ നെക്കോമയുടെ സൈഡിലോട്ട് പോയ ബോളാണെങ്കിൽ നമ്മളെ കെമ്മ അവരുടെ ടീമിലെ എയ്സിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തടയാനായിട്ട് നമ്മൾ ബ്ലോക്കേഴ്സ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ടീമിലെ എയ്സ് അത് സ്പൈക്ക് ചെയ്യാണ്. അപ്പൊ നമ്മളെ കറാസിനോ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ബ്ലോക്ക് ചെയ്യപ്പെട്ട ബോൾ നെക്കമ്മയിലെ ഒരു പ്ലെയർ വന്നിട്ട് ബോൾ നിലത്തിട്ടത് സേവ് ചെയ്യുന്നുണ്ട് അവരെ. അങ്ങനെ സേവ് ചെയ്ത ആ ഒരു ബോൾ നേരെ നമ്മളെ കെമ്മയുടെ അടുത്തേക്ക് വന്നു. കെമ്മയാണെങ്കിൽ അവരുടെ എയ്സിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അവരുടെ എയ്സ് ആയിട്ടുള്ള യമമോട്ടോ ഈ ഒരു സ്പൈക്ക് ചെയ്യുന്നതിനടക്ക് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ എത്ര നല്ല ടീമാണെങ്കിലും എനിക്കൊരു ചുക്കൂല, ഞാനിപ്പോഴും നെക്കോമയുടെ എയ്സ് ആണ് എന്നും പറഞ്ഞ് യമമോട്ടോ ആ ഒരു ബോൾ അവിടെ സ്കോർ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മളെ ടനക്കസാനെ ട്രിഗർ ആവുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ടക്കേഡസാൻ പറയുന്നുണ്ട്, ഷോയുടെയും കക്കയുടെയും ആ ഒരു ഫാസ്റ്റ് അറ്റാക്കിന് എന്താണ് സംഭവിച്ചത്, അത് നെക്കോമക്കെതിരെ വർക്ക് ആവുന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ കോച്ച് മറുപടി നൽകുന്നുണ്ട്, അവരിപ്പോ പുതിയൊരു സ്ട്രാറ്റജി അല്ല യൂസ് ചെയ്യുന്നത്, അത് കാരണം അത് അവർക്ക് വർക്ക് ആവാൻ കുറച്ച് ടൈം പിടിക്കും. പക്ഷേ കുറച്ച് ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ എന്തായാലും അവർക്കത് വർക്കാവും. എന്നിട്ട് അവർ പ്രാക്ടീസ് ചെയ്തിട്ട് മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഈ ഒരു ഫാസ്റ്റ് അറ്റാക്ക് കോമ്പിനേഷൻ തടയാൻ പറ്റുന്ന ഒരു ബ്ലോക്കർ പോലും ഈ ഒരു ലോകത്തുണ്ടാവില്ല. അത്രയ്ക്ക് ഡേഞ്ചറസ് ആണ് നമ്മളെ ഷോയുടെയും കക്കയുടെയും ആ ഒരു ഫാസ്റ്റ് അറ്റാക്ക് കോമ്പിനേഷൻ. പക്ഷേ മാച്ചിൽ പോയിന്റ് ടേബിൾ കാണിക്കുന്ന സമയത്ത് നമ്മളെ നെക്കോമ തന്നെയായിരുന്നു കറാസിനേക്കാൾ കൂടുതൽ പോയിന്റ് നേടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളെ നെക്കോമയുടെ ഒരു സെർവാണ്, അതാണ് നമ്മളെ കെമ്മ എടുക്കുന്നുണ്ട്. നേരെ പോകുന്നത് എന്നിട്ട് നമ്മളെ ഷോയുടെ മേലേക്കാണ്. ഷോയ്ക്ക് എങ്ങനെ റിസീവ് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ അടിച്ചിട്ട് അതാണെങ്കിൽ അവന്റെ മുഖത്തടിയിട്ട് മേലേക്ക് പോവാണ്. പക്ഷെ അപ്പോഴത്തെ നമ്മളെ നിഷിനായി വന്നിട്ട് അത് റിസീവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ടനക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ടനക്കയാണെങ്കിൽ നല്ല ഉയർത്തി ചാടിയിട്ട് നല്ല പവറിൽ തന്നെ ഒരു സ്പൈക്ക് അടിക്കുകയാണ്. അതാണെങ്കിലോ ബ്ലോക്കേഴ്സിന്റെ കൈമാടിയിട്ട് ഔട്ടിലോട്ട് പോവാണ്. അങ്ങനെയുള്ള കറാസിനൊക്കെ ഒരു പോയിന്റ് ലഭിക്കുന്നുണ്ട്. സോ നമ്മളെ ടനക്കന്റെ ഒരു പോയിന്റ് നേടിയപ്പോൾ അവരുടെ ടീമിലെ എയ്സായിട്ടുള്ള എമ്മമോട്ടൊക്കെ ട്രിഗർ ആവുന്നുണ്ട്. അതിനുശേഷം നമ്മളെ ഷോയോ അവന്റെ സ്പൈക്കുകൾ എങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കാം എന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മളെ ക്യാപ്റ്റൻ അയച്ച് അവനടുത്ത് പറയുന്നുണ്ട്, നീ ചുമ്മാ ഓരോന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട, നീ നിന്റെ രണ്ട് കണ്ണുകളും വൈഡായിട്ട് ഓപ്പൺ ആക്കി വെക്കുക, എന്നിട്ട് കൂളായിട്ട് തന്നെ കളിച്ചാൽ മതി. അതിനുശേഷം നമ്മളെ കെമ്മക്ക് ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് ലഭിക്കുകയാണ്. അവനാണെങ്കിൽ ആർക്ക് സെറ്റ് ചെയ്യും എന്ന് നമ്മളെ ഷോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളെ ക്യാപ്റ്റൻ അയച്ച് അവനോട് അവന്റെ രണ്ട് കണ്ണും വൈഡായിട്ട് ഓപ്പൺ ആക്കി വെക്കാൻ പറഞ്ഞുള്ള കാര്യം അവൻ ഓർക്കാണ്. അത് കാരണം തന്നെ ആരും കാണാതെ സ്പൈക്ക് ചെയ്യാൻ പോകുന്ന നമ്മളെ ഇനുവാക്കയെ അവന് കാണാൻ സാധിച്ചു. ഇനുവാക്കാണെങ്കിൽ മനസ്സിൽ നിൽക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു പോയിന്റ് നേടും എന്നൊക്കെ വിചാരിച്ചിട്ട് സ്പൈക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ ഷോയോ അവന് മുന്നോട്ട് വന്നിട്ട് ആ ഒരു ബോളിന്റെ സ്പീഡ് കുറക്കാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ ഇനുവാക്ക ഞെട്ടി പോവാണ്. പക്ഷേ ഷോയോ അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല. അവൻ എന്നിട്ട് സ്പൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബ്ലോക്കേഴ്സ് ഇല്ലാത്ത സ്ഥലത്തോട്ട് ഓടി പോവാണ്. ഇനുവാക്കയാണെങ്കിൽ അവന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഷോയോ ഓടിപ്പോയിട്ട് ചാടിയിട്ട് എങ്ങനെയൊക്കെയോ നമ്മളെ കകയാമിട്ട് കൊടുത്ത സെറ്റ് അപ്പുറത്തെ സൈഡിൽ എത്തിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മളെ കറാസിനോക്ക് ഒരു പോയിന്റ് കൂടി ലഭിക്കുകയാണ്. പക്ഷേ അപ്പോൾ നമ്മളെ കകയാമ ചിന്തിക്കുന്നത് അവന്റെ സെറ്റ് ഇപ്പോഴും നല്ല ഹൈയിലാണ് പോകുന്നത്, അവന് ഇനിയും അവന്റെ സെറ്റ് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. അതിനുശേഷം നെക്കോമയിലെ എയ്സ് ആയിട്ടുള്ള യമമോട്ടോ അവനൊരു പവർഫുൾ കിടിലൻ ഒരു സ്പൈക്കിലൂടെ തന്നെ അവർക്ക് ഒരു പോയിന്റ് നേടി കൊടുക്കുന്നുണ്ട്. അതോടുകൂടി 18 പോയിന്റുമായിട്ട് നമ്മളെ നെക്കോമയാണ് ലീഡിൽ നിൽക്കുന്നത്. അതിനുശേഷം നമ്മുടെ ടീമിലെ ഫോർമേഷനിലെ ഒരു റൊട്ടേഷനുള്ള കാരണം തന്നെ നമ്മളെ ഷോയിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനുവാക്ക് ഇപ്പൊ ബാക്കിലോട്ട് പോവാണ്. അതുപോലെ ബാക്കിൽ നടന്ന കുറോയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ഷോയിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അങ്ങനെ അവരുടെ ടീമിലെ ഫോർമേഷനിൽ ഒരു ചേഞ്ച് വന്ന കാരണം തന്നെ നമ്മുടെ കകയാമ ഷോയിനെ വിളിച്ചുകൊണ്ടിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അവനോട്, നമ്മൾ ഇനി പുതിയ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫാസ്റ്റ് അറ്റാക്ക് അല്ല യൂസ് ചെയ്യാൻ പോകുന്നത്, മറിച്ച് നമ്മൾ ആദ്യം ചെയ്ത ഒരു ബ്ലൈൻഡ് ഫാസ്റ്റ് അറ്റാക്ക് ആണ്. അത് കാരണം നീ ഇനി ബ്ലോക്കേഴ്സ് ഇല്ലാത്ത സ്ഥലത്തേക്ക് നല്ല സ്പീഡ് ഓടിപ്പോയിട്ട് നല്ല ഉയരത്തിൽ തന്നെ ചാടിയിട്ട് നിന്റെ കണ്ണും മൂടിയിട്ട് കൈ സ്വിങ് ചെയ്യുക. അതിന് ഷോയോ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാച്ച് സ്റ്റാർട്ട് ആയി നെക്കോമർ സെർവ് ചെയ്യാണ്. അത് നമ്മളെ നിഷിനോയ ഈ സൈഡ് തന്നെ റിസീവ് ചെയ്യാണ്. നമ്മുടെ നോയസൺ റിസീവ് ചെയ്ത ഒരു ബോൾ നേരെ പോകും നമ്മളെ കകയാമയുടെ അടുത്തേക്കാണ്. കകയാമ അവന്റെ കാൽക്കുലേറ്റുള്ള സെറ്റ് നമ്മളെ ഷോയുടെ കൈയുടെ മുന്നോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഷോയ അത് ഈ സൈഡ് തന്നെ കണ്ണും പൂട്ടി സ്പൈക്ക് ചെയ്യാണ്. അങ്ങനെയുള്ള കറാസിനോക്ക് വീണ്ടും ഒരു പോയിന്റ് ലഭിക്കുകയാണ്. ഷോയ പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു ഫീലിംഗ് വളരെയധികം ഇഷ്ടമാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നെക്കോമ പേടിക്കുന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് നമ്മളെ ക്യാപ്റ്റൻ പറയാണ്, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, ഇനി അവർ നമ്മളെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് എല്ലാ പോയിന്റ് നമ്മൾ തിരിച്ചെടുക്കാൻ പോവാണ്. അതിനുശേഷം ടീമിൽ ഫോർമേഷനിൽ റൊട്ടേഷനുള്ള കാരണം തന്നെ നമ്മുടെ ഷോ ഇപ്പോൾ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. അത് കാരണം അവനാണ് സെർവ് ചെയ്യേണ്ടത്. ഷോയുടെ സെർവ് നെക്കോമയിലെ ലിബ്രോ റിസീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിസീവ് ചെയ്ത ആ ഒരു ബോൾ ആണെങ്കിൽ നേരെ നമ്മളെ ക്യാമറ അടുത്തേക്ക് പോകുന്നു. പക്ഷേ ആ ഒരു ബോൾ സ്പൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഒപ്പം തന്നെ ചാടുന്നുണ്ട്. ആ ചാടിയിൽ നിന്ന് ആർക്കായിരിക്കും കെമ്മ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് എല്ലാവരും തന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും വിചാരിക്കുന്നത് നെക്കോമയിലെ ഏസിനായിരിക്കും കെമ്മ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന്. അങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ കെമ്മ ഫ്രണ്ടിൽ നിന്ന് ചാടിയ ആർക്കും തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തില്ല, മറിച്ച് ബാക്കിൽ നിൽക്കുന്ന ഒരു പ്ലെയറിനാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു പ്ലെയർ ആണെങ്കിൽ ബാക്കിൽ നിന്ന് തന്നെ നമ്മളെ കറാസിനോടെ കോർട്ടിലോട്ട് സ്പൈക്ക് ചെയ്യാണ്. അതാണെങ്കിൽ നമ്മളെ ഷോയുടെ തലമടിയിട്ട് അവരുടെ സൈഡിലോട്ട് തന്നെ വീണ്ടും പോവാണ്. നെക്കോമയുടെ സൈഡിലോട്ട് വന്ന ആ ഒരു ബോൾ ആണെങ്കിൽ നമ്മളെ ക്യാപ്റ്റൻ കുറോ റിസീവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ നമ്മളെ കെമ്മക്ക് ഇട്ട് കൊടുക്കുകയാണ്. കെമ്മ നേരെ ആ ഒരു ബോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അവന് ബോൾ കൊടുത്ത കുറോക്ക് തന്നെയായിരുന്നു. കുറോ ആണെങ്കിൽ അത് ഈ സൈഡ് തന്നെ സ്പൈക്ക് ചെയ്തിട്ട് ഒരു പോയിന്റ് നേടുന്നുണ്ട്. ഇത് കണ്ടിട്ട് കറാസിനോത്തെ പ്ലേയേഴ്സ് ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇതോടുകൂടി 19 പോയിന്റുമായി നമ്മളെ നെക്കോമ ലീഡിൽ നിൽക്കുകയാണ്.
കൊടുക്കുകയാണ്. ശേഷം നെക്കമ പോയിന്റ് നേടിയ കാരണം തന്നെ നെക്കമയുടെ സെർവാണ്. അതാണെങ്കിൽ എമമോട്ടോ സെർവ് ചെയ്യുന്നുണ്ട്. ആ ഒരു സെർവ് നമ്മൾ ടനക്കസാൻ റിസീവ് ചെയ്യുന്നുണ്ട്. ടനക്കസാൻ റിസീവ് ചെയ്ത ആ ഒരു ബോൾ നേരെ നമ്മൾ നിഷിനോയുടെ അടുത്ത് പോകുന്നു. നിഷിനോയ ആ ഒരു ബോൾ ആണെങ്കിൽ നമ്മൾ അസൈസാനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അസൈസാനെ നല്ല പവറിൽ തന്നെ സ്പൈക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നെക്കമയിലെ ലിബറോ അത് ഈസിയായിട്ട് തന്നെ റിസീവും ചെയ്യുന്നു. അതിനുശേഷം നെക്കമക്ക് ഒരു അഡ്വാൻറ്റേജ് ബോൾ ലഭിക്കുകയാണ്. അത് നമ്മളെ കെമ്മ കുറോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കുറോ ആണെങ്കിൽ ആദ്യം ജമ്പ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഡിലേ ചെയ്തിട്ടാണ് ജമ്പ് ചെയ്തിട്ട് സ്പൈക്ക് ചെയ്യുന്നത്. അത് കാരണം തന്നെ കറാസിനത്തെ ബ്ലോക്കേഴ്സിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഈ ഒരു ഡിലേഡ് സ്പൈക്ക് എന്ന് പറയുന്ന ടെക്നിക്ക് കണ്ടിട്ട് നമ്മുടെ കറാസിനത്തെ കോച്ച് വരെ അന്തം വിട്ട് പോകുന്നുണ്ട്. ഈ ഒരു പോയിന്റും കൂടി ആയപ്പോൾ നമ്മുടെ നെക്കമ 20 പോയിന്റായിട്ട് ലീഡ് നിൽക്കുകയാണ്. ഒരു 5 പോയിന്റ് ലഭിക്കുകയാണെങ്കിൽ അവർ ഈ ഒരു കളി തന്നെ ജയിക്കും. ഇതാലോചിച്ചിട്ട് നമ്മളെ കോച്ച് ഒരു തീരുമാനം എടുക്കുകയാണ്. എന്നിട്ട് കറാസിനത്തെ എല്ലാ പ്ലേയേഴ്സിനോടും പറയാണ്, നിങ്ങളുടെ ഫുൾ പവറും സ്പീഡും ഒക്കെ യൂസ് ചെയ്തിട്ട് ഫുൾ സ്ട്രെങ്ത്തിൽ കളിക്കുക. നിങ്ങൾക്ക് എത്ര അഗ്രസീവായി കളിക്കാൻ സാധിക്കുന്നോ അത്ര അഗ്രസീവായിട്ട് കളിച്ചോ. സോ നമ്മുടെ കോച്ച് ഇങ്ങനെ പറഞ്ഞിട്ടപ്പോൾ എല്ലാ പ്ലേയേഴ്സും അവരുടെ ഫുൾ പവർ യൂസ് ചെയ്തിട്ട് എല്ലാവരും തന്നെ ഒഫൻസിൽ ഫോക്കസ് ചെയ്തിട്ട് നല്ല കുറെ പോയിന്റ് നേടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ടീമിലെ സ്പൈക്ക് ബ്ലോക്ക് ചെയ്തിട്ടും അങ്ങനെ ഇത് കാരണം തന്നെ നമ്മളെ കറാസിനോക്ക് കുറച്ച് പോയിന്റ് ലഭിക്കുകയാണ്. അത് കാരണം നമ്മളെ കറാസിനോക്ക് 20 പോയിന്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കുറെ പോയിന്റ് നേടിയപ്പോൾ നെക്കമ പെട്ടെന്ന് ഒരു ടൈം ഔട്ട് വിളിക്കുകയാണ്. എന്നിട്ട് അവരുടെ കോച്ച് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ കളിക്കുന്ന പോലെ തന്നെ കളിച്ചാൽ മതി. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളെ റിസീവിംഗ് നിങ്ങൾ ഒരിക്കലും മോശപ്പെടുത്തരുത്. നിങ്ങൾ ഒരു ബോൾ പോലും നിലത്തട്ടിക്കാതെ സൂക്ഷിക്കണം. അതിനുശേഷം മാച്ച് തുടങ്ങിയിട്ട് നമ്മുടെ ഷോയോ 2 പോയിന്റ് നേടുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളെ കറാസിനോക്ക് 22ഉം നെക്കമക്ക് 23 പോയിന്റുമാണ്. നീ അവരുടെ പോയിന്റുമായിട്ട് ഒപ്പം നിൽക്കാൻ 1 പോയിന്റ് കൂടി മതി. അതിനുശേഷം നമ്മളെ നെക്കമയിലെ കെമ്മക്ക് ഒരാൾക്ക് സെറ്റ് ചെയ്യാൻ ഒരു ചാൻസ് ലഭിക്കുകയാണ്. അങ്ങനെ കെമ്മ ആർക്ക് സെറ്റ് ചെയ്യും എന്ന് നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കെമ്മ സെറ്റ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്തിട്ട് ആ ഒരു ബോൾ സ്വയം തന്നെ അപ്പുറത്തെ സൈഡിലോട്ട് ഇടുന്നത്. ബേസിക്കലി നമ്മളെ കെമ്മ ചെയ്തത് സെറ്റർ ഡംപ് എന്ന് പറഞ്ഞ ആ ഒരു ടെക്നിക്ക് തന്നെയായിരുന്നു. ഈ ഒരു പോയിന്റ് ആയപ്പോൾ നമ്മുടെ നെക്കമക്ക് 24 പോയിന്റ് ആയിട്ടുണ്ട്. അവരിപ്പോൾ ഈ ഒരു മാച്ചിന്റെ സെറ്റ് പോയിന്റിലൂടെയാണ് നിൽക്കുന്നത്. ഈ ഒരു പോയിന്റ് അവർ നേടിയതിനു ശേഷം നമ്മളെ കറാസിനത്തെ എല്ലാ പ്ലേയേഴ്സും ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മാച്ച് തുടങ്ങിയിട്ട് നമ്മളെ കഗയാമക്ക് ഒരു സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുകയാണ്. കഗയാമ ക്യാപ്റ്റൻ ഐസിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ക്യാപ്റ്റൻ ഐസ് അത് സ്കോർ ചെയ്തിട്ട് വീണ്ടും ഒരു പോയിന്റ് നമുക്ക് കറാസിനോക്ക് ലഭിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മളെ കറാസിനോക്ക് വീണ്ടും ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുകയാണ്. അതാണെങ്കിൽ നമ്മളെ കഗയാമ ആർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മളെ കഗയാമ നേരെ അസൈസാനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അസൈസ നല്ല പവറിലാണ് സ്പൈക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവരുടെ ടീമിലെ ലിബ്രോ അത് റിസീവ് ചെയ്യുന്നുണ്ട്. അതിന് നല്ല പവറുള്ള കാരണം തന്നെ അത് നല്ല ഉയരത്തിലാണ് പോകുന്നത്. ആ ഒരു ബോളാണെങ്കിൽ നമ്മളെ കറാസിനോടെ സൈഡിലോട്ടാണ് വീണ്ടും വരുന്നത്. എന്നിട്ട് നമ്മളെ കറാസിനോക്ക് വീണ്ടും ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുകയാണ്. അത് നമ്മൾ അസൈസാണെങ്കിൽ നല്ല പവർ തന്നെ സ്പൈക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് വീണ്ടും അവരുടെ ടീമിലെ ഒരു പ്ലെയർ റിസീവ് ചെയ്യാണ്. പക്ഷേ വീണ്ടും അതിന് പവറുള്ള കാരണം തന്നെ നമ്മളെ കറാസിനോടെ സൈഡിലോട്ട് തന്നെയാണ് വരുന്നത്. കറാസിനോടെ സൈഡിലോട്ട് വന്ന ഒരു ബോൾ നമ്മൾ ടനക്കസാൻ റിസീവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കഗയാമക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടതും നമ്മളെ ഷോയോ നല്ല സ്പീഡിൽ തന്നെ ഓടി പോവാണ്. ഷോയെ കാണുമ്പോഴാണ് നമുക്ക് കഗയാമക്ക് പണ്ട് നടന്ന ഒരു മൊമെന്റ് ആണ് ഓർമ്മ വരുന്നത്. നമ്മളെ ഷോയോ ബോളിന് വേണ്ടി ഹംഗ്രി ആയിട്ട് ഇരിക്കുകയാണ്. ഫുഡ് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ തിന്നും എന്ന് പറയുന്ന പോലെ അവന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവൻ ഇപ്പൊ അടിക്കും എന്നുള്ള തരത്തിലാണ് നിൽക്കുന്നത്. അത് കാരണം നമ്മളെ കഗയാമ മറ്റൊന്നും ആലോചിക്കാണ്ട് നമ്മളെ ഷോയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഷോയ അവന്റെ എല്ലാ അബിലിറ്റീസും യൂസ് ചെയ്തിട്ട് നല്ലൊരു പവറിൽ തന്നെ നല്ലൊരു സ്പേസ് കണ്ടുപിടിച്ചിട്ട് തന്നെ ആ ഒരു സ്പേസിലോട്ട് തന്നെ ആ ഒരു ബോൾ സ്പൈക്ക് ചെയ്യാണ്. പക്ഷേ എല്ലാ തവണയും പോലെ ഇപ്പോഴും അവരുടെ ലിബ്രോ വന്നിട്ട് അത് റിസീവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം അത് നെറ്റിന്റെ മേലേക്കാണ് പോകുന്നത്. അവിടെ നിന്നും അവിടെ നടന്ന പ്ലെയർ അതാണെങ്കിൽ വിടാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇട്ടെടുത്ത ആ ഒരു ബോളാണെങ്കിൽ നേരെ ഇപ്പൊ നിലത്തേക്കുഴും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മളെ കെമ്മ വന്നിട്ട് ആ ഒരു ബോൾ നല്ല പവറിൽ തന്നെ അടിയിൽ നിന്ന് ആ ഒരു ബോളിനെ ഹിറ്റ് ചെയ്യാണ്. അങ്ങനെ വന്ന ആ ഒരു ബോളാണെങ്കിൽ നമ്മളെ കറാസിനോടെ സൈഡിലോട്ട് വന്നിട്ട് നേരെ ഒരു മൂലയ്ക്ക് വന്നിട്ട് കുത്തുന്നുണ്ട്. നമ്മുടെ ഷോയിനേഷനെയും അത് റിസീവ് ചെയ്യാൻ എത്തുന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് അത് റിസീവ് ചെയ്യാൻ സാധിച്ചില്ല. അത് കാരണം തന്നെ നമ്മളെ കറാസിനോ ഈ ഒരു മാച്ചിൽ നിന്ന് 2 സെറ്റും തോൽക്കാണ്. സോ ഗായ്സ്, എങ്ങനെയാണ് നമ്മുടെ കറാസിനോ നെക്കമ മാച്ച്? നിങ്ങൾക്ക് ഈ ഒരു മാച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ 2 ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ചുകളാണ് ഇനി വരാൻ കിടക്കുന്നത്. സോ അതൊക്കെ കാണാനായിട്ട് നമ്മളെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.